പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത കവയത്രി സുഗതകുമാരിയുടെ പത്തനംതിട്ട ആറന്മുളയിലെ വാഴുവേലിൽ തറവാട് കാട് കയറി നശിക്കുന്നു. സർപ്പക്കാവും ശോചനീയാവസ്ഥയിലാണ്. തറവാടിനെ തനത് രൂപത്തിൽ സംരക്ഷിക്കുമെന്നായിരുന്നു പുരാവസ്തു വകുപ്പിന്റെ വാഗ്ദാനം. കവയത്രി സുഗതകുമാരിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടം അതായിരുന്നു ആറന്മുളയിലെ വാഴുവേലിൽ തറവാട്. 2018 മഹാപ്രളയത്തിൽ വാഴുവേലിൽ തറവാടിന് നാശം സംഭവിച്ചപ്പോൾ തറവാട് സർക്കാർ ഏറ്റെടുത്തുകൊള്ളാൻ സുഗതകുമാരി ആവശ്യപ്പെട്ടു. പുരാവസ്തു വകുപ്പ് വാഴുവേൽ തറവാട് ഏറ്റെടുത്തു. 64 ലക്ഷത്തിലധികം രൂപ ചെലവിട്ട് സർക്കാർ വാഴുവേൽ തറവാട് പുനർനിർമ്മിച്ചു. പഴയ തനിമ നിലനിർത്തിക്കൊണ്ടായിരുന്നു പുനർനിർമ്മാണം. ഉദ്ഘാടനം കെങ്കേമമായി നടത്തി. വർഷങ്ങൾക്കിപ്പുറം വാഴുവേൽ തറവാടിൻ്റെ അവസ്ഥ ഇതാണ്. പരിസരം കാടുകയറി കിടക്കുന്നു. സർപ്പക്കാവും ശോച്യാവസ്ഥയിലാണ്. വാഴുവേൽ തറവാടിനെ തനത് രൂപത്തിൽ സംരക്ഷിക്കുമെന്ന് പുരാവസ്തു വകുപ്പ് മന്ത്രിയായിരുന്ന രാമചന്ദ്രൻ കടന്നപ്പള്ളി വ്യക്തമാക്കിയിരുന്നു. പരിപാലനം ഉറപ്പുവരുത്തിയിരുന്നുവെങ്കിൽ ധാരാളം സന്ദർശകർ വാഴുവേൽ തറവാട്ടിലേക്ക് എത്തുമായിരുന്നുവെന്നും സർക്കാരിന് അതൊരു മുതൽക്കൂട്ടാകുമായിരുന്നുവെന്നും സുഗതകുമാരിയുടെ കുടുംബാംഗം ഭരദ്രാജ് പറഞ്ഞു. സർക്കാരിന് ഏറ്റവും നല്ല വരുമാന മാർഗമുള്ളൊരു ഇതാണിത്. ആറന്മുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസ്കാരികമായിട്ട് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ആ രീതിയിൽ ഇത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തതെങ്കിൽ ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയും സർക്കാരിന് നല്ലൊരു വരുമാനം ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു. പുരയിടത്തിന് മുൻവശം റോഡരികിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ശിഖരം ഒടിഞ്ഞു വീണ് ദിവസങ്ങളായിട്ടും മുറിച്ചു മാറ്റിയിട്ടില്ല. മതിലിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങളും റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. സുഗതകുമാരിയുടെ കവിത പോലെ സുന്ദരമായ വാഴുവേൽ തറവാട് സംരക്ഷിക്കാൻ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയർന്നിട്ടുള്ളത്. സുഗതകുമാരി ടീച്ചറിൻ്റെ ആറന്മുളയിലെ വാഴുവേലിൽ തറവാട് പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തപ്പോൾ ബന്ധുക്കൾക്കും ഒപ്പം തന്നെ ആറന്മുള നിവാസികൾക്കും വലിയ പ്രതീക്ഷയായിരുന്നു. എന്നാൽ ഇന്നാകട്ടെ ഈ തറവാട് കാട് കയറി നശിക്കുകയാണ്. തറവാടിന് മുന്നിൽ റോഡിൽ നിൽക്കുന്ന വലിയ വൃക്ഷങ്ങൾ യാത്രക്കാർക്ക് ഭീഷണിയായി ഇങ്ങനെ നിൽക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമുണ്ടൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.